Radio Lime News Update. Brought to you by കേരളത്തിലെ ജോസ്കോ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ജൂൺ 23 മുതൽ NRI മെഗാ ഫെസ്റ്റ് നടക്കുന്നു. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. വെല്ലുവിളി നിറഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ ചൂതാട്ട ആരോപണവും. 5 ആഴ്ച മുൻപ് തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ പാർട്ടി വോട്ടെടുപ്പിൽ 20 പോയിന്റിന് പിന്നിലായിരുന്നു. 5 വർഷത്തിനുള്ളിൽ പാർട്ടിയുടെ 4ാമത്തെ പ്രധാനമന്ത്രിയാണ് നിലവിലുള്ളത്. ഇത്രയും ചീത്തപ്പേരുള്ള സാഹചര്യത്തിലാണ് ചൂതാട്ട വിവാദവും പാർട്ടിക്കെതിരെ ആരോപിച്ചിരിക്കുന്നത്. ജൂലൈയിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് ഇതിനെ ചൊല്ലി ഋഷി സുനാക്കിന്റെ അടുത്ത സഹായിയായ ക്രെയ്ഗ് വില്യംസ് വാതുവെപ്പ് നടത്തിയതിനെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് ഗാംബ്ലിംഗ് കമ്മീഷൻ. ഇപ്പോൾ വിവാദത്തിൽ 4 ടോറി പാർട്ടി അംഗങ്ങളും 6 പോലീസ് ഓഫീസർമാരും ഒരു ലേബർ സ്ഥാനാർത്ഥിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പുറത്തുവന്നിരിക്കുന്ന ഈ വിവാദം കൺസർവേറ്റീവ് ലേബർ പാർട്ടികളെ ദോഷകരമായി ബാധിക്കും. ഇത് രാഷ്ട്രീയക്കാർക്ക് ഒരു നിയമവും പൊതുജനങ്ങൾക്ക് മറ്റൊരു നിയമവുമാണ് എന്ന് ജനങ്ങൾ തോന്നിപ്പിച്ചിരിക്കുകയാണ്. ബോറിസ് ജോൺസൺ സർക്കാരിന്റെ പതനത്തിന് കാരണമായത് ഇത്തരത്തിൽ ഉരുത്തിരിഞ്ഞ പാർട്ടിഗേറ്റ് വിവാദമാണ്. ഇത്തരം പ്രശ്നങ്ങൾ രാഷ്ട്രീയക്കാർ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ അവർ പാലിക്കുന്നില്ല എന്നൊരു തോന്നൽ ജനങ്ങൾ എത്തിക്കുമെന്നും ഇത് പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്നും സ്ഥാനമൊഴിയുന്ന ലെവലിംഗ് അപ്പ് സെക്രട്ടറി മൈക്കൽ ഗോവ് പറഞ്ഞു. പുതിയതായി വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും റീമോർഗേജിന് ഉദ്ദേശിക്കുന്നവർക്കും അനുഗ്രഹമായി HSBCയും ബാർക്ലേസും ഫിക്സഡ് മോർഗേജ് നിരക്കുകൾ കുറയ്ക്കുന്നു. ഇന്നലെ മുതലാണ് ബാർക്ലേസ് നിരക്കുകൾ കുറച്ചത്. ചില ഡീലുകളിൽ 0.25% വരെ കുറവ് വരുത്തിയിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ബുധനാഴ്ച മുതൽ തങ്ങളുടെ ഗാർഹിക വായ്പകളിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രഖ്യാപനവുമായി HSBC രംഗത്തെത്തിയത്. പൊതുവെ കഴിഞ്ഞ 1-2 മാസങ്ങളായി ഹോം ലോൺ പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുകയാണെങ്കിലും ചില ഡീലുകളിൽ പലിശ നിരക്ക് ഉയർന്നിരുന്നു. എന്നിരുന്നാലും പുതിയ ഫിക്സഡ് ഡീലുകളുടെ പലിശ നിരക്കിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന മണി മാർക്കറ്റ് സ്വാപ്പ് നിരക്കുകൾ അടുത്ത കാലത്ത് മെച്ചപ്പെട്ടതാണ് മോർഗേജ് പലിശ നിരക്ക് കുറയ്ക്കാൻ ഈ രംഗത്തെ 2 പ്രമുഖരെ പ്രേരിപ്പിച്ചത്. മറ്റ് വായ്പാദാതാക്കളും ഈ മാർഗം പിന്തുടരുമെന്ന് കരുതുന്നു. കഴിഞ്ഞ 2 വർഷക്കാലമായി മോർഗേജ് നിരക്കുകളിൽ നിരവധി ഉയർച്ച താഴ്ചകൾ ദൃശ്യമായിട്ടുണ്ട്. സെപ്റ്റംബറിലെ ലിസ്റ്റ് ട്രസ്റ്റിന്റെ മിനി ബഡ്ജറ്റ് തീർത്ത പ്രതിസന്ധിയെ തുടർന്ന് ചില ഫിക്സഡ് മോർഗേജുകളുടെ നിരക്കുകൾ 6% വരെ ആയി ഉയർന്നിരുന്നു. പിന്നീട് ഈ വർഷം ആരംഭത്തോടെയാണ് അത് കുറയാൻ തുടങ്ങിയത്. ആദ്യം നിരക്കുകളിൽ വൻ കുറവ് അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് നിരക്ക് കുറയൽ മന്ദഗതിയിലായി മാറി. വടക്കൻ ഫ്രാൻസിലെ കലായ്സിയിൽ ആയിരക്കണക്കിന് അനധികൃത അഭയാർത്ഥികൾ ബ്രിട്ടനിൽ ലേബർ സർക്കാർ അധികാരത്തിൽ വരുന്നതും കാത്തിരിക്കുകയാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക് ആരോപിച്ചു. ചാനൽ വഴിയെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ തടയുവാൻ സ്റ്റാർമറിന്റെ പക്കൽ കാര്യക്ഷമമായ പദ്ധതികൾ ഇല്ലെന്നും ഋഷി ആരോപിച്ചു. അധികാരത്തിലെത്തിയ ഉടനെ റുവാണ്ടൻ പദ്ധതി പിൻവലിക്കുമെന്ന കീർ സ്റ്റാർമറുടെ പ്രസ്താവനയാണ് ഇപ്പോൾ അനധികൃത അഭയാർത്ഥികൾക്ക് ആവേശം നൽകുന്നത്. UK ഹോം ഓഫീസിന്റെ കണക്കുകൾ അനുസരിച്ച് ഈ വർഷം ആദ്യ 6 മാസങ്ങളിൽ 12,901 പേരാണ് ചാനൽ വഴി അനധികൃതമായി ബ്രിട്ടനിലെത്തിയിരിക്കുന്നത്. 2022 ഇതേ കാലയളവിൽ 12,747 പേർ വന്നതിന്റെ റെക്കോർഡ് ഇതോടെ തകർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 6.5 വർഷക്കാലത്തിനിടയിൽ ചാനൽ വഴി 1,27,246 പേരാണ് അനധികൃതമായി UKയിലെത്തിയിരിക്കുന്നത്. കൺസർവേറ്റീവ് പാർട്ടിയുടെ കുടിയേറ്റ നയങ്ങളെ ന്യായീകരിച്ച ഋഷി സുനാക് കീർ സ്റ്റാർമർ അധികാരത്തിലെത്തിയാൽ തങ്ങൾ തടവിലാക്കിയ അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ സ്വതന്ത്രരാക്കി തെരുവുകളിലേക്ക് വിടുമെന്നും പറഞ്ഞു. കുടിയേറ്റം ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായതോടെ അത് വിദഗ്ധമായി ഉപയോഗിക്കുകയാണ് ഋഷി സുനാക് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇന്നലെ ഷരയിലെ ചേർട്സിയിൽ 30 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയതോടെ കഴിഞ്ഞ സെപ്റ്റംബർ 10 ശേഷമുള്ള ഏറ്റവും ചൂടേറിയ ദിനമായി ഇന്നലെ മാറി. ഗ്ലാസ്റ്റർഷെയറിൽ 28.7 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയപ്പോൾ വോൾഷെയറിൽ 28 ഡിഗ്രിയും മോൺമൗത്ത് ഷെയറിൽ 27 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. ഇന്ന് ചൂട് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രവചനം. ചിലയിടങ്ങളിൽ അന്തരീക്ഷ താപനില 31 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താനും സാധ്യതയുണ്ട് എന്ന് മെറ്റ് ഓഫീസ് പ്രവചിക്കുന്നു. UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ യെല്ലോ അലർട്ട് വ്യാഴാഴ്ച വൈകിട്ട് 5 മണി വരെ നിലനിൽപ്പുണ്ട്. കടുത്ത ചൂട് ആരോഗ്യ സാമൂഹ്യക്ഷേമ മേഖലകളിൽ കനത്ത പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. 65 വയസ്സിലധികം പ്രായമുള്ളവർക്കിടയിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കിടയിലും മരണസംഖ്യ വർദ്ധിച്ചേക്കാമെന്നും അതിൽ പറയുന്നു. ഈ വാരാന്ത്യത്തിന് മുൻപായി ചൂട് കുറച്ചൊന്ന് ശമിക്കാമെങ്കിലും പൊതുവെ ചൂടുള്ള കാലാവസ്ഥ തന്നെയായിരിക്കും എന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ ലഭിക്കുന്നത്. ആ സ്ഥാനത്തേക്ക് ഗാന്ധി കുടുംബത്തിൽ നിന്നും ഒരാൾ വരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ദിനങ്ങളാണ്. നരേന്ദ്രമോദിയുമായി നേർക്കുനേർ കൂടിക്കാഴ്ചയ്ക്ക് ഇനി അവസരങ്ങൾ കൂടും. ചില തീരുമാനങ്ങൾ എടുക്കുന്നതിലും നിർണായക റോളിലേക്ക് രാഹുൽ എത്തുമെന്നതും ശ്രദ്ധേയമാണ്. 2014-2019 തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ആകെ സീറ്റിന്റെ 10% അംഗബലമില്ലാതിരുന്നതിനാൽ പാർട്ടിയുടെ ലോക്സഭാ കക്ഷി നേതാവിന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി ലഭിച്ചിരുന്നില്ല. ഇക്കുറി കോൺഗ്രസ് 99 സീറ്റിൽ വിജയിച്ചതോടെയാണ് പ്രതിപക്ഷ നേതൃപദവി കോൺഗ്രസിന് ലഭിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുലിന് ക്യാബിനറ്റ് റാങ്കിൽ ലഭിക്കും. പാർലമെന്റിലെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിച്ചേക്കാം.
വിലക്കയറ്റത്തിൽ വലഞ്ഞ ജനങ്ങൾക്ക് ആശ്വാസമായി സപ്ലൈകോ. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് 50 ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് 50 ദിവസം പ്രത്യേക വിലക്കുറവ് നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേജിലാണ് പദ്ധതി നടപ്പാക്കുക. സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സബ്സിഡിയില്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്ന് നിലവിലുള്ള വിലക്കുറവിന് പുറമെ 10% അധിക വിലക്കുറവ് ഈ പദ്ധതി പ്രകാരം നൽകും. സ്വർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കും. ഓരോ സൂപ്പർ മാർക്കറ്റ് വീതം ആധുനിക നിലവാരത്തിൽ നവീകരിച്ചാകും സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കുക. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം കനത്ത മഴയും ശക്തമായ കാറ്റും കണക്കിലെടുത്ത് കോട്ടയം ജില്ലയിൽ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. 2 ദിവസമായി തുടരുന്ന മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൂന്നാർ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ മൂന്നാറിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ മുതിരപ്പുഴയാർ, പെരിയാർ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. കോപ്പ അമേരിക്കയിൽ അർജന്റീന ക്വാർട്ടറിൽ. ചിലിയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്താണ് അർജന്റീന ക്വാർട്ടറിലേക്ക് ടിക്കറ്റ് എടുത്തത്. ലൗട്ടാറോ മാർട്ടിനസ് ആണ് ലക്ഷ്യം കണ്ടത്. 86-ാം മിനിറ്റിലാണ് ഗോൾ പിറന്നത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും കാര്യമായ ഗോളവസരങ്ങളൊന്നും സൃഷ്ടിക്കാൻ ആയിരുന്നില്ല. യൂറോ കപ്പിൽ സ്ലൊവേനിയയ്ക്കെതിരെ സമനിലയിൽ കുരുങ്ങി ഇംഗ്ലണ്ട്. മ്യൂണിക്കിലെ അലിയാൻസ് അരീനയിൽ നടന്ന സി ഗ്രൂപ്പ് മത്സരത്തിൽ സെർബിയയ്ക്കെതിരെ ഡെൻമാർക്കും ഗോൾരഹിത സമനില കരസ്ഥമാക്കി. 1 ജയവും 2 സമനിലയുമായി ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ജേതാക്കളായി പ്രീ ക്വാർട്ടറിലെത്തി. 2ാം സ്ഥാനക്കാരായി ഡെൻമാർക്കും നോക്കൌട്ട് ബർത്ത് ഉറപ്പിച്ചു. 3 പോയിന്റുള്ള സ്ലൊവേനിയയ്ക്കും മികച്ച 3ാം സ്ഥാന നേട്ടവുമായി നോക്കൌട്ടിലെത്താൻ അവസരമുണ്ട്. 105.95 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.